അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ചെങ്കടലിൽ വെച്ച് ഹൂത്തികൾ ആക്രമിച്ചു. മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള കേടുപാടുകൾ കപ്പലിന് വരുത്തുന്ന രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടായത് എന്ന് മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലായ യുദ്ധ പടക്കപ്പലായ അബ്രഹാം ലിങ്കണിന് നേരെ ചെങ്കടലിൽ വെച്ച് ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായത്. ഇത് മുൻപ് പറഞ്ഞതിന്റെ തുടർച്ചയായ രീതിയിൽ തന്നെയാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്ന് പിന്നീട് ഹൂത്തികൾ അവകാശപ്പെട്ടു. ചെങ്കടലുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അനുവാദമില്ലാതെ ഏതെങ്കിലും കപ്പലുകൾ, യൂറോപ്യൻ കപ്പലോ ഇസ്രായേൽ കപ്പലോ മറ്റേതെങ്കിലും കപ്പലുകളോ അനുവാദമില്ലാത്ത രീതിയിലാണ് പ്രവേശിക്കുന്നതെങ്കിലും യാത്ര ചെയ്യുന്നതെങ്കിലും തീർച്ചയായിട്ടും തങ്ങൾ ആക്രമിക്കുമെന്ന് മുൻപ് ഹൂത്തികൾ പറഞ്ഞു വെച്ചതാണ്. അതിന്റെ തുടർച്ചയായ രീതിയിലാണ് അമേരിക്കൻ പടക്കപ്പലിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നത്. ഇത് അമേരിക്കയെയും ലോകരാജ്യങ്ങളെയും ഞെട്ടിപ്പിച്ചിരിക്കുന്ന സംഭവമാണ്. കാര്യം പറയുന്നത്, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളോട് എല്ലാ കാലത്തും ശത്രുതയുള്ള രാജ്യമാണ് അമേരിക്ക, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ടുള്ള ഒരു കരാർ വ്യവസ്ഥയും അവരുമായിട്ടുള്ള ഒരു സൗഹൃദവും താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. അവിടുത്തെ ആണവ ശാസ്ത്രജ്ഞനെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിന് വിവരങ്ങൾ അറിയാമെന്നാണ് പിന്നീട് മീഡിയകൾ റിപ്പോർട്ട് ചെയ്തത്. സൈനിക കമാൻഡറെ ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് ഇറാന്റെ സൈനിക കമാൻഡറെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെടുന്ന ഖാലിദ് സുലൈമാനിയെ കൊല്ലപ്പെടുന്നതിന്റെ വീഡിയോ തനിക്ക് കാണണമെന്ന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റും ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുമായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതും അതിനനുസരിച്ച് ഈ ആക്രമണം നടക്കുന്നതിന്റെ ലൈവ് വീഡിയോ ട്രംപിന് കാണിച്ചു കൊടുത്തതാണ്. അതൊക്കെ വലിയ രീതിയിലുള്ള വിവാദമായതാണ്. അതിനോടനുബന്ധിച്ച് തന്നെ ഇറാന്റെ തിരിച്ചടി ഉണ്ടായി. അമേരിക്കയുടെ സൈനിക മേഖലയിൽ ആക്രമിക്കപ്പെട്ടു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനുശേഷം പിന്നീട് ജോ ബൈഡന്റെ നിലപാടൊക്കെ നമുക്കറിയാം. ശക്തമായ രീതിയിൽ ഹൂത്തികളെ ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമം നടത്തി. യമനിലെ 15 തവണയെങ്കിലും ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായ രീതിയിൽ അവിടെ സൈനിക മേഖല, ഈ ഹൂത്തികളുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. വലിയ മരണങ്ങളും വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു 24 മണിക്കൂർ അതിനിടയിൽ വീണ്ടും ആക്രമണം നടത്തുക എന്നുള്ളത് ഹൂത്തിയുടെ സ്വഭാവമാണ്. അങ്ങനെ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ അവരെപ്പോൾ ഭയപ്പെടുത്തുന്ന കാര്യം, അമേരിക്കയെ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന കാര്യം, അവരെ ജിജ്ഞാസപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഹൂത്തികളുടെ കൈവശത്തിലുണ്ടാകുന്ന ശക്തമായിരിക്കുന്ന ആയുധങ്ങളുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ശത്രുപക്ഷത്തിലുണ്ടാകുന്ന സൈനിക ശക്തിയുടെ അല്ലെങ്കിൽ ആയുധ ശക്തിയുടെ ബലം കണ്ടതിന് ശേഷം അതിന് പ്രതിരോധം ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് അയൺ ഡോം ഇസ്രായേൽ സജ്ജീകരിച്ചത് ഹമാസിന്റെ കൈവശത്തിലുള്ള ആയുധത്തെ പ്രതിരോധിക്കാനും അയൽ രാജ്യങ്ങളായിരിക്കുന്ന ലെബനാനാണെങ്കിലും ഈജിപ്ത് ആണെങ്കിലും ആ മേഖലയിൽ നിന്ന് വരുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാനും വേണ്ടിയിട്ടാണ് അയൺ ഡോം സംവിധാനം ഉണ്ടാക്കുന്നത്. പരമാവധി പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ അതിനെയും കവച്ചുവെട്ടി പ്രതിരോധത്തെ തകർത്തുകൊണ്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇറാന്റെയും ലെബനാന്റെയും ഭാഗത്തൊക്കെ ഉണ്ടാവുന്നത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ഏതൊക്കെ രീതിയിൽ സംവിധാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ശത്രു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇറാൻ അയക്കുന്നതും ലെബനാൻ അയക്കുന്നതും മിസൈലുകളെ പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പോൾ അയൺ ഡോമിന് സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെങ്കടലിൽ അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഹൂത്തികളുടെ കൈവശത്തിൽ എത്രത്തോളം ശക്തിയുള്ള ആയുധങ്ങളുണ്ട്, അവരുടെ സാങ്കേതിക വിദ്യാ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ്, അവരൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങളാണ് തങ്ങളുടെ കപ്പലിന് നേരെ പ്രയോഗിക്കുന്നത് എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാര്യം ബ്രിട്ടന്റെ കപ്പലിനെ ആക്രമിക്കുന്ന അതേ ശക്തിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചല്ല മറ്റൊരു കപ്പലിന് അല്ലെങ്കിൽ അമേരിക്കൻ കപ്പലിനെ ആക്രമിക്കുക. ആയുധങ്ങളുടെ മാറ്റങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സാങ്കേതിക വിദ്യ മനസ്സിലാകാത്ത രീതിയിൽ അവർ പറത്തുന്ന ആയുധങ്ങൾ ലക്ഷ്യം കണ്ടുകൊണ്ട് പൊട്ടിത്തകരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ആയുധങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ അതിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള അറിവുണ്ടാക്കാൻ വേണ്ടി അമേരിക്കക്കോ ബ്രിട്ടനോ സാധിക്കാത്തത് അവർക്ക് വലിയ രീതിയിലുള്ള നാശമാണ്. 90 മുതൽ 120ഓളം ഈ കപ്പലുകൾ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തികൾ ആക്രമിച്ചിട്ടുണ്ട്. ചില റിപ്പോർട്ടിൽ കാണുന്നുണ്ട് 200 കപ്പലെങ്കിലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. 90 സ്ഥിരീകരിക്കപ്പെട്ടതാണ്, സ്ഥിരീകരിക്കാത്ത ഒരുപാട് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ ഒരു രാജ്യവും ഒരു കപ്പൽ കമ്പനിയും കപ്പൽ മുതലാളിയും താല്പര്യം കാണിക്കുന്നില്ല.
എന്നുള്ളത് കൊണ്ട് കൃത്യമായിരിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത്. അതിന് കാര്യം അവർ പറയുന്നത് തങ്ങളുടെ കപ്പൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ള കമ്പനികളോ ഏജൻസികളോ തങ്ങളുടെ കപ്പലിലേക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആവശ്യ വസ്തുക്കളോ അല്ലെങ്കിൽ അവരുടെ വസ്തുക്കളൊന്നും തങ്ങൾക്ക് നൽകില്ല എന്നതിനാൽ തങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ തങ്ങളുടെ കപ്പലിന് സംഭവിച്ചാലും തീപിടുത്ത പോലെയുള്ള വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ പോലും അത് പറയാതിരിക്കാനുള്ള ശ്രമമാണ് തങ്ങൾ നടത്താറുള്ളത് എന്ന് ഇതിനിടയിൽ തന്നെ ഈ യൂറോപ്യൻ മീഡിയയിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. കപ്പലും അതിൻ്റെ ചിന്തകളും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അവരത് പറയുന്നുണ്ട്. അപ്പോൾ തങ്ങൾ കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്ന് അഭിമാനപരമായ രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് ഒരു രാജ്യം താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളത് ചുരുക്കം. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും തങ്ങൾ കപ്പലിനെ ആക്രമിച്ചിട്ടുണ്ട് എന്ന് ഹൂത്തികൾ പറയുന്നത് അവർ ഇത് കാര്യങ്ങളൊക്കെ ലൈവായി വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കോ ഇസ്രായേലിനോ അത് പറയാതിരുന്നിട്ട് കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ രീതിയിൽ വീഡിയോ സഹിതം തെളിവ് അടിസ്ഥാനത്തിൽ ഹൂത്തികൾ തന്നെ അത് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുമ്പോൾ അത് തങ്ങളുടെ കപ്പലല്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അങ്ങനെയാണ് കുടുങ്ങിപ്പോകുന്നത്. അവർ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പിടിക്കപ്പെട്ട ഒരു കപ്പൽ ഇപ്പോഴും ഹൂത്തികൾ അവരുടെ ടൂറിസ്റ്റ് മേഖലയിൽ പ്രദർശനത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന വിവരങ്ങളും ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ ആശങ്കപ്പെടുത്തുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്ത സംഭവമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള മുഖം എങ്ങനെയാണോ ആ മേഖലയിലൂടെ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഹൂത്തികൾ അവരുടേതായിരിക്കുന്ന ആക്രമണം നടത്തുന്നു. ഈ ലെബനാനിൽ നിന്ന് ഹിസ്ബുള്ള ഗ്രൂപ്പ് അതിൻ്റെതായിരിക്കുന്ന ആക്രമണം നടത്തുന്നു. ഇറാഖിൽ നിന്ന് മിലീഷ്യ വിഭാഗം അങ്ങനെ ആക്രമിക്കുന്നു. പാലസ്തീനിൽ നിന്ന് ഗസയിലെ ഹമാസ് അങ്ങനെ ആക്രമിക്കുന്നു. സർവ്വ മേഖലയിലും ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. വർഷം 1 കഴിഞ്ഞു. 400-ലധികം ദിവസം കഴിഞ്ഞിട്ടും ഈ മേഖലയിൽ യുദ്ധത്തിന് വിരാമമോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമാധാനമോ ഉണ്ടാവാത്ത വിധമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയായിരിക്കുകയാണ്. ട്രംപ് വന്നു കഴിഞ്ഞാൽ ശക്തമായിരിക്കുന്ന ഇടപെടൽ ഇറാനെതിരെ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കണക്ക് കൂട്ടിയിരുന്നു അമേരിക്കയുടെ ഇന്റലിജൻസും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഇന്റലിജൻസും. എന്നാൽ ട്രംപിന്റെ നിലപാട് ആദ്യത്തെ പോലെ അത്ര ശത്രുതാപരമായ രീതിയിലൊരു സമീപനം ഇറാനുമായിട്ട് സ്വീകരിക്കണം എന്ന നിലപാടിലല്ല എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. കാര്യമെന്ന് പറയുന്നത് നിലവിൽ ട്രംപ് അധികാരത്തിൽ ഏറിയ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തെ വിലയിരുത്തുന്ന സമയത്ത് അതിനനുസരിച്ച് കൊണ്ട് മുന്നേറുന്നതായിരിക്കും തങ്ങൾക്ക് ഉചിതം എന്ന നിലപാടിലേക്ക് ഏറെക്കുറെ ട്രംപ് എത്തിയിരിക്കുന്നു. പറയുന്ന കാര്യം അമേരിക്കയിലുള്ള അറബ് വംശജരായിരിക്കുന്ന അമേരിക്കൻ അറബ് വംശജർ എന്നാണ് അവർ പറയുന്നത്. അവിടെ ഇവിടെ പാസ്പോർട്ട് ഉള്ളവരുണ്ട്, അവിടെ തന്നെ സ്ഥിരതാമസമാക്കുന്നവരുണ്ട്, അമേരിക്കൻ പൗരത്വം തന്നെ എടുത്തവരുണ്ട്. അങ്ങനത്തെ മുസ്ലിം ആയിരിക്കുന്ന അറബ് വംശജരായിരിക്കുന്ന ആളുകൾ ട്രംപിന് 100% വോട്ട് ചെയ്തു. പിന്നീട് അവിടെയുള്ള നിഷ്പക്ഷമതികളും മുസ്ലിം വിശ്വാസികളും മുസ്ലിം പണ്ഡിതന്മാരും അടക്കം കൂട്ടത്തോടുകൂടി ട്രംപിന് വോട്ട് ചെയ്തു. അവിടെ ട്രംപ് വിജയിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ തവണ ട്രംപിന്റെ മേലുള്ള ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട കാര്യം അവിടെ പ്രാധാന്യമായ രീതിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. അവിടെ ചർച്ചയ്ക്ക് വന്നതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. അതിന് ഇസ്രായേലിന് ജോ ബൈഡൻ പിന്തുണ നൽകുന്നു. സാമ്പത്തിക സൈനിക സഹായങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും ഇസ്രായേലിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്നതിനാൽ അതിനെതിരെയുള്ള ഒരു നിലവിളിയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിഷേധമായിട്ടാണ് ട്രംപിനെ വിജയിച്ചത്. അപ്പോൾ ട്രംപിനെ വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ 2 വിഷയങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, പാലസ്തീനുമായിട്ടുള്ള വിഷയം പരിഹാരമുണ്ടാക്കാൻ ഏറ്റവും ഉചിതമായിരിക്കുന്ന രാജ്യം അമേരിക്ക തന്നെയാണ്. അതുകൊണ്ട് അമേരിക്കയുടെ ഈ നിലവിൽ കഴിവുള്ളൊരു പ്രസിഡന്റ് എന്ന നിലക്ക് ട്രംപിനാണ് എൻ്റെ വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരുപാട് മുസ്ലിങ്ങളെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഈ വിഷയത്തിൽ ട്രംപിന് ഒരു ശക്തമായിരിക്കുന്ന ഇറാൻ വിരുദ്ധത പ്രകടിപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം ഈ യുദ്ധത്തിന്റെ ഒരു ഭാഗത്ത് ഇറാനാണ് എന്നുള്ളത് അറിയാവുന്നതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ വല്ലാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയെ സാരമായിട്ട് ബാധിക്കും. അത് ട്രംപ് നിൽക്കില്ല എന്നുള്ളതും നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചതാണ്.